പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം. ചെറിയ സ്ഥലം കേട്ടോ, 10 സെൻറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക, കണ്ടിട്ട് വിളിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിക്ക് പോകുന്ന റോഡാണ്. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിക്ക് പോകുന്ന റോഡ് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ പോകുന്നു. കൽപ്പറ്റ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു. ഇവിടുന്ന് മേപ്പാടിക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ സ്ഥലം, ഒരു 10 സെൻറ്റ് സ്ഥലം നമുക്കിന്ന് കാണാം. 10 സെൻറ്റ് സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കൊരു ഹോളിഡേ ഹോം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് കൽപ്പറ്റ ടൗൺ അടുത്താണ്, മേപ്പാടി അടുത്താണ്, ഉള്ള ടൂറിസ്റ്റ് ഏരിയകളൊക്കെ അടുത്താണ്. അങ്ങനെ സൗകര്യമുള്ളൊരു ഏരിയയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് കോട്ടവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടൊരു റോഡുണ്ട്, ആ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ ആണ്, അത്യാവശ്യം റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഈ റോഡിന് ഏതാണ്ട് നമുക്കൊരു 800 മീറ്ററോളം നമുക്ക് പോകണം ഈ റോഡിന്. അപ്പോൾ ഈ റോഡിനാണ് നമ്മൾ ആ സ്ഥലമുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏതാണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 100-800 മീറ്ററോളം നമ്മൾ വന്നു. ഈ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് നമ്മളെ ലാൻഡിലോട്ട് പോകാനുള്ളത്. ഈ റോഡാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു റോഡ് ഏതാണ്ട് ഒരു 100-200 മീറ്റർ പോയാൽ മതി കേട്ടോ. അത്യാവശ്യം വീടുകളുണ്ട്, എന്നാൽ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊന്നുമില്ല. മോശമില്ലാത്തൊരു ഏരിയ ആണിത്. അപ്പോൾ ഒരു 200 മീറ്റർ ഉണ്ടാവില്ല, ഏതാണ്ട് എത്താനായി. ബാക്കി ഞാൻ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ഈ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. ഇത് നമ്മൾ വന്ന വഴി കേട്ടോ. ഇവിടുന്ന് 100 മീറ്റർ 100 ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ താഴെ തന്നെയാണ് ടാറിങ് റോഡ്. ഈ റോഡ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ റോഡ് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ലാൻഡ്. ഈ വെട്ടുകല്ല് ഇറക്കിയിട്ട സ്ഥലങ്ങൾ കാണുന്നുണ്ടാവും. ഈ റോഡ് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട്, ഒരു 10-20 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. ഇതാണ് ലാൻഡ്, നിരന്ന ലാൻഡാണ് കേട്ടോ. നല്ല അടിപൊളി. ഇതിൻ്റെ വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും. ചെമ്പ്രമലേൻ്റെ സൂപ്പർ വ്യൂ ആണ്. ഇതാണ് ഈ ലാൻഡിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ചെമ്പ്രമലേൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ്. 10 സെൻറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ക്വയറായിട്ട് കിടക്കുകയാണ്. ലാൻഡ് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കറക്റ്റ് സ്ക്വയർ ലാൻഡാണ്. ചുറ്റും കമ്പിവേലി ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഒഴിവാക്കി ബാക്ക് 3 സൈഡും കമ്പിവേലി ഉണ്ട്. തൊട്ടടുത്ത പറമ്പിൽ കിണറുണ്ട്. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കറണ്ട് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ്, എന്നാൽ അത്യാവശ്യം പ്രൈവസി ഉള്ള ഏരിയ ആണ്. നമുക്കിതിൻ്റെ താഴോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാം. ഈ സൈഡിൽ കൂടെ ഈ ലാൻഡ് ചേർന്നിട്ട് റോഡും കൂടെ വരുന്നുണ്ട്. അത് താഴോട്ടുള്ള റോഡാണ്. അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. ഇത് എൻ്റെ ഇടത് സൈഡിലാണ് ഇപ്പോൾ ലാൻഡ് ഉള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കമ്പിവേലി കാണാം. അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് സ്ക്വയറായിട്ട് കിടക്കുന്ന നല്ല ലാൻഡ്. മണ്ണിടുക, നിരത്തുക, അങ്ങനെയുള്ള എർത്ത് വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു ഹോളിഡേ ഹോം ചെയ്യാൻ പറ്റുന്ന ലാൻഡാണ്. ഞാനിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ലാൻഡിൻ്റെ ജസ്റ്റ് ഉള്ളിലൊന്ന് കയറിയിട്ടും കൂടെ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ എടുത്തു തരാം. അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ലാൻഡിൻ്റെ ഉൾവശമാണുള്ളത്. ഇങ്ങനെ കറക്റ്റ് സ്ക്വയറായിട്ട് കേട്ടോ. 4 സൈഡും വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ബാക്കിൽ നമ്മളെ മുട്ടൽമലേൻ്റെ ഒരു വ്യൂ ഉണ്ട്, ഫ്രണ്ട് ചെമ്പ്രമലേൻ്റെ ഒരു വ്യൂ ഉണ്ട്. അങ്ങനെയുള്ളൊരു ലാൻഡാണ്. അപ്പുറത്ത് വേറൊരു മൗണ്ടൻ വ്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഉള്ളൊരു ലാൻഡാണ്. അപ്പോൾ ഈ 10 സെൻറ്റിൻ്റെ വില ഞാനിപ്പോൾ പറയാം. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു വ്യൂ.
നമുക്ക് നമ്മളെ ലാൻഡിലും കിട്ടുന്നുണ്ട്. അത്യാവശ്യം മരങ്ങളിലുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ കിട്ടാത്ത ഇതേ വ്യൂ തന്നെയാണ് അവിടെയും കിട്ടുക. സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സെൻറ്റിന് 1,80,000 രൂപ ചോദിക്കുന്നു. അത്യാവശ്യം വിലയുള്ള ഏരിയ ആണ്. അപ്പോൾ ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. നല്ല അടിപൊളി വ്യൂ ഉള്ള ലാൻഡാണ്. നമുക്ക് ഹോളിഡേ ഹോമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.